ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 24 വാക്യം പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ധാരാളം പൊന്നും തങ്കവും ഒക്കെ എനിക്കുണ്ടെങ്കിലും ഞാൻ അതിലൊന്നിലും ആശ്രയിക്കുകയോ ശരണമാക്കി മുൻപോട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്ന് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ വാക്കുകൾ കാണുവാൻ കഴിയുകയാണ്. ഈ ലോകത്തേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ, സ്ഥാനമാനങ്ങളുള്ളവർ, പണമുള്ളവർ, പേരുള്ളവർ, പ്രസിദ്ധിയുള്ളവർ ഒക്കെ അതിൽ ഊന്നുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് ധാരാളമായി കാണുന്ന ഒരു ലോകമാണ്. എന്നാൽ ഭക്തൻ പറയുന്നത്, എനിക്ക് ഒന്നിലും പുകഴുവാനില്ല, എനിക്ക് പുകഴുവാനുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൽ മാത്രമാണ് എന്നോർപ്പിക്കുന്ന വാക്കുകളാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൊട്ടാരം പണികഴിച്ച് അതിൻ്റെ പൂർത്തീകരണ സമയത്ത് അതൊന്ന് കണ്ട് സന്തോഷിപ്പാൻ വേണ്ടി അവിടേക്ക് കടന്നു വരുന്ന ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പണികഴിച്ചിരിക്കുന്ന കൊട്ടാരത്തെ നോക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി എന്നാണ് 30-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. തൻ്റെ പണം കൊണ്ടും തൻ്റെ കഴിവുകൊണ്ടും തൻ്റെ ശക്തി കൊണ്ടും താൻ തനിക്ക് വേണ്ടി പണിതത് എന്നോർപ്പിച്ച് താൻ തന്നിൽ തന്നെ പുകഴുമ്പോൾ, എല്ലാം നൽകിയ ദൈവത്തെ താൻ മറന്നപ്പോൾ ദൈവം തന്നോട് പറഞ്ഞതായ വാക്കുകൾ തൊട്ട് ചുവടെ ചേർക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴും എന്ന് പറഞ്ഞ് വയ്ക്കുന്ന വാക്കുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. നെബൂഖദ്നേസറിൻ്റെ ജീവിതത്തിനകത്തെ തകർച്ചയുടെ പിന്നിലെ കാരണം തനിക്ക് ദൈവം കൊടുത്ത സ്ഥാനത്തിലും ദൈവം കൊടുത്ത നന്മയിലും ദൈവം കൊടുത്ത സകലത്തിലും ദൈവത്തിന് മഹത്വം നൽകേണ്ടതിന് പകരം തനിക്കുള്ളതിൽ ആശ്രയിക്കുകയും ആ നിലകളിൽ താൻ മുൻപോട്ട് പോവുകയും ചെയ്യുവാനിടയായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനത്തിന്, തകർച്ചയ്ക്ക്, കൊട്ടാരം വിട്ട് വനാന്തരത്തിൽ മൃഗങ്ങളോട് കൂടെ പാർക്കേണ്ടുന്ന ഒരു സാധ്യതയ്ക്ക്, ഒരു സാഹചര്യത്തിന് വഴിതെളിച്ചു എന്ന് നാം കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുകയും നമുക്കുള്ളതിൽ പ്രശംസിക്കുന്നതിനപ്പുറത്ത് എല്ലാം തന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് സകലതും തന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് മാത്രം മഹത്വം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്നും, അല്ല ലഭിച്ചതിൽ പുകഴ്ച പ്രാപിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായി ആശ്രയിച്ച് നാം മുൻപോട്ട് പോയാൽ അത് നമ്മുടെ തകർച്ചയ്ക്കും നമ്മുടെ നാശത്തിനും കാരണമായി തീരുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളല്ല, നന്മയിലേക്ക് നമ്മെ എത്തിക്കുന്ന അനുഭവത്തിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ പുകഴ്ചയും ഞങ്ങൾക്കുള്ളതിൽ ആശ്രയിച്ച് ദൈവത്തെ വിട്ട് ജീവിക്കുകയും ചെയ്യുകയല്ല, ദൈവത്തോടുകൂടെ വസിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.